നമ്മുടെ ഈ പരിപാടി കേൾക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും അല്ലാഹു ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. കുറേ നേരത്തെ ആരംഭിച്ച് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. ചുരുങ്ങിയ സമയം കൂടി സംസാരിച്ച് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കും. കേരളത്തിലുടനീളം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയായ ആശയം പ്രചരിപ്പിക്കുക, തെറ്റായ ആശയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുക, ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം അതാണ്. ഏതൊരു മനുഷ്യനും ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ സ്വീകരിക്കാൻ അനുയോജ്യമായ ഏറ്റവും സുന്ദരമായ പവിത്രമായ ആശയങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റേത്. വർഗീയതയില്ല, അക്രമമില്ല, അനീതിയില്ല, അഴിമതിയില്ല. രഹസ്യവും പരസ്യവും അറിയുന്ന ലോകസട്ടാവായ അള്ളാഹുവിനെ അധീനപ്പെട്ട് വിശ്വസിക്കേണ്ടത് വിശ്വസിച്ച് ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി സമാധാനിയായി ജീവിക്കുന്നവനാണ് ഒരു ശരിയായ മുസ്ലിം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, വല്ലവനും ഇസ്ലാം അല്ലാത്തതിനെ ദീനായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഇസ്ലാം പരിപൂർണമായി ലോകത്ത് പഠിപ്പിച്ച് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നവരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ അത് നേരിൽ ഗ്രഹിച്ചവരും പ്രായോഗികമായി ഇവിടെ നടപ്പാക്കിയവരുമാണ്. അവർ പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഇസ്ലാം. അതിനെ പിന്തുടർന്നവരാണ് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അവരെ പിന്തുടർന്ന് കർമ്മപരവും വിശ്വാസപരവുമായ വിഷയങ്ങൾ ക്രോഡീകരിച്ച് പിന്തലമുറക്ക് കൊടുത്തവരാണ് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും എല്ലാ സജ്ജനങ്ങളും. അവരെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് സുന്നത്ത് ജമാഅത്ത്, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ സുന്നികൾ എന്ന് പറയുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ അടിത്തറ. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. ക്രിസ്തുമതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ക്രിസ്തുമതം വിശ്വസിച്ചവരാണെന്ന് ആരും പറയില്ല. ഇസ്ലാം മതം ഉണ്ടെന്ന് പറയുന്ന ഹൈന്ദവർ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവരാണെന്ന് നമ്മളാരെങ്കിലും പറയുമോ? ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ. അള്ളാഹുവിനെക്കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ബഹ്റൈനിക്കാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് ഞങ്ങളുടെ പിൻതലമുറക്ക്, പിന്നിലുള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് ഞങ്ങൾക്ക് പ്രബോധനം നടത്താൻ ആവശ്യമായത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി നിർദ്ദേശിച്ച 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അൽ ഈമാൻ ബില്ലാഹ്. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കാനാണ്. സുമ്മ ഫസ്സറഹാ ലഹും, ഇമാം ബുഖാരി തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നത് നബിതങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഒരു സാധാരണ മനുഷ്യനല്ല എന്നും പഠിപ്പിച്ചു കൊടുക്കുക, അത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കുക. അതാണ് അള്ളാഹുവിനുള്ള വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധനക്ക് അർഹനാകാൻ എന്താണ് കാരണം?
ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂ. അള്ളാഹു തന്നെ അത് വിശദീകരിക്കുന്നു. നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ അള്ളാഹുവാണ്. അവനല്ലാതെ വേറെ ആരാധ്യൻ ഇല്ല, ആരാധനക്കർഹൻ ഇല്ല. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളെയും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവനും ഉണ്ടാക്കിയവനും അവനാണ്. ഫഅബ്ദൂഹ്, അതിനാൽ അവൻ സൃഷ്ടാവായതിനാൽ, അവൻ പടച്ചവനായതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നതിൻ്റെ നിമിത്തം അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നതാണ്. അള്ളാഹുവിന് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ ശരിയായ വിശ്വാസം പഠിപ്പിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം രണ്ട് വലിയ ടീമുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒന്ന് ഖവാരിജികളാണ്, മറ്റൊന്ന് റാഫിദുകളാണ്. ഖവാരിജികൾ എന്ന് പറയുന്നത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ തലവെട്ടി കൊന്നുകളഞ്ഞ വലിയ ഭീകരന്മാരാണ്. ആ ഖവാരിജികൾ അലി റളിയല്ലാഹു അൻഹു തൗഹീദിൽ നിന്ന് പുറത്തുപോയ ആളാണ്, മുശ്രിക്കാണ് എന്ന് വാദിച്ചു. അതുപോലെ പല സഹാബികളെയും അവർ അങ്ങനെ ചിത്രീകരിച്ചു. അവരെന്താ ചെയ്തത്? പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് യഥാർത്ഥ മുസ്ലിമീങ്ങളായ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ അവർ ശിർക്ക് ചെയ്തവരായി പ്രഖ്യാപിച്ചു. റാഫിദുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി, ഉമർ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് വാദിച്ചു. ഈ രണ്ട് കക്ഷികളും പഴയ കാലത്ത് പ്രചരിപ്പിച്ച ആശയങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്ന് നട്ടുപൊടിപ്പിച്ച് വീണ്ടും പ്രചരിപ്പിക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം നടത്തുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിരോധികൾ. ഞാനത് വിശദമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഉദാഹരണത്തിന് മഹാനായ അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. വഅജ്മഉ അലാ ഇഹാലത്തി വസ്ഫിഹി ബിസ്സൂറത്തി വൽ അഅ്ളാദ്. 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അടങ്ങുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് യോജിച്ചിരിക്കുന്നു അലാ ഇഹാലത്തി വസ്ഫിഹി ബിസ്സൂറത്തി വൽ അഅ്ളാദ്. അല്ലാഹുവിന് രൂപവും അവയവങ്ങളും ഉണ്ടാവുകയില്ല, അത് അസംഭവ്യമാണ് എന്നതിൽ യോജിച്ചിരിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ മദ്രസയിൽ പഠിച്ചവരാണ്. സുന്നത്തി ജമാഅത്തിൻ്റെ മദ്രസയിൽ അല്ലാഹുവിന് 20 സിഫത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാജിബായ സിഫത്ത്, മുസ്തഹീലായ സിഫത്തും പഠിച്ചിട്ടുണ്ട്. വാജിബായ സിഫത്ത് പദ്യം ചൊല്ലി പഠിച്ചവരാണ് നമ്മൾ പലരും. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു ഉള്ളവനാണ്, അവൻ ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ് അല്ലാഹ്. സൃഷ്ടികൾക്കാണ് ജഡവും ശരീരവും അവയവങ്ങളുമൊക്കെ ഉണ്ടാകുക. അല്ലാഹു തആല എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. ബക്കറ്റ് കൊണ്ട് വരുമ്പോൾ നല്ല സംഭാവന എല്ലാവരും കൊടുക്കുമല്ലോ. ഇത്തരം പരിപാടിയൊക്കെ നടത്താനുള്ള ചിലവുകൾ ഉണ്ടാവില്ലേ? പ്രചരണത്തിനും ചിലവുണ്ടാവും, കസേരക്കും മൈക്കിനും ഒക്കെ ചിലവുണ്ടാവും. എല്ലാവരും സഹകരിക്കണം. അതെ, അള്ളാഹു മാത്രമാണ് സഹായിക്കുന്നവൻ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ സഹായം തേടിയത്. അല്ലാഹു തആല സഹായത്തിൻ്റെ നിമിത്തങ്ങളായി കണക്കാക്കിയവരോട് സഹായം ചോദിക്കുന്നത് അല്ലാഹ് മാത്രമാണ് സഹായി എന്ന് വിശ്വസിക്കുന്നതിനെതിരല്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിനെതിരല്ല. സഹായത്തിൻ്റെ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുക എന്നത് അത് അല്ലാഹു തആല തന്നെ നമുക്ക് നിർദ്ദേശം നൽകിയ വിഷയമാണ്. ഇൻ ഇസ്തൻസറൂകും ഫിദ്ദീനി ഫലൈകുമുൻ നസ്ർ.
നിങ്ങളോട് സഹായം തേടിയാൽ നിങ്ങൾ സഹായിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. സഹായം തേടാൻ പാടില്ല എന്നല്ല. അങ്ങനെ ചിലരുണ്ട് സഹായം തേടാൻ പാടില്ല എന്ന് പറയുന്നവർ. അങ്ങനെയില്ല. അതിലേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. അള്ളാഹു തന്നെ പറഞ്ഞു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു തന്നെ പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതൊക്കെ ആയത്തുകളൊക്കെ ഇതിന് തെളിവാണ്. വഖായിമുൻ ഗനീമ വാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ അലിമുൻ ബികുല്ലി ശൈ. നമ്മുടെ മദ്രസയിൽ നിന്ന് തന്നെ നമ്മളെ ശരിയായ വിശ്വാസം പഠിപ്പിക്കാൻ. അള്ളാഹു ഒന്നിലേക്കും ആശ്രയമില്ലാതെ സ്വയം നിലനിൽക്കുന്നവനാണ്. വവാഹിദുൻ, അല്ലാഹു തആല ഏത് വിധത്തിലും ഏകനാണ്. നമ്മളാരും ഏകനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ശരീരം തന്നെ പലതും കൂടിച്ചേർന്നുണ്ടായതാണ്. മുറക്കബ് എന്ന് പറയും അറബിയിൽ. അള്ളാഹു അങ്ങനെ പലതും കൂടിച്ചേർന്നുള്ളവൻ അല്ല. അല്ലാഹ് ഏകനാണ്. ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് കയ്യും കാലും അങ്ങനെ പല കണ്ണും മൂക്കൊക്കെ ഉണ്ട്. അള്ളാഹു തആല അങ്ങനെ പലതും കൂടിച്ചേർന്നുള്ളവനല്ല. അള്ളാഹു ഏകനാണ്. അതാണ് വഹ്ദാനിയ്യത്ത്, ഏകത്വം. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നതിന് പകരം, തൗഹീദിൽ വിശ്വസിക്കുന്നതിന് പകരം റാഫിളത്ത് എന്ത് പറഞ്ഞു? അബ്ദുൽ ഖാഹിർ ബഗ്ദാദി തങ്ങൾ പറയാൻ, അന്നഹു അലാ സൂറത്തിൽ ഇൻസാൻ, അല്ലാഹ് ഒരു മനുഷ്യ രൂപത്തിലാണ് എന്ന് റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികൾ വാദിച്ചു. അവരിൽ ഹിശാം ബിൻ സാലിം എന്ന് പറയുന്ന ഒരു ചങ്ങാതിയുണ്ട്. അവനും അവൻ്റെ ആൾക്കാരും പറഞ്ഞു, അന്ന മഅബൂദഹും അലാ സൂറത്തിൽ ഇൻസാനി വഅലാ റഅസിഹി വഫറത്തുൻ സൗദാ. പടച്ചവന് തലയുണ്ട്. പടച്ചവന് തലയുണ്ട് എന്ന് പറഞ്ഞു. പണ്ട് ഈ ഉസങ്കടിയിൽ വെച്ച് സംവാദം നടത്തിയൊരു മൗലവിയുണ്ട്. അയാളൊരിക്കൽ ചോദിച്ചിരുന്നു, കയ്യും കാലവും തലയില്ലാതെ പിന്നെ മുട്ടിയാണോ പടച്ചവന്? അത് ഈ കക്ഷികളെ വാദ. ആരുടെ? ഇവരുടെ വാദമാണ്. മുട്ടിയാണോ എന്ന് ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിൻ്റെ സൃഷ്ടികൾ തന്നെ എത്രയുണ്ട് കയ്യും തലയും കാലമൊന്നും ഇല്ലാത്ത. ഇവിടെ ഇപ്പം ബൾബെല്ലാം കത്തുന്നത് എന്തുകൊണ്ടാണ്? കറണ്ട് പ്രവഹിക്കുന്നുണ്ടോ? അതിന് കൈയുണ്ടോ? അതിന് തലയുണ്ടോ? അതുകൊണ്ട് കറണ്ടില്ല എന്ന് പറയില്ല. അത് മുട്ടിയാണോ എന്ന് ചോദിക്കില്ല. അപ്പം നമ്മളെ വകയിൽ അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ വിശ്വസിക്കണം. അതേ കക്ഷികൾ തന്നെയാണ് അന്ന അലാ മഅബൂദിഹിം അലാ സൂറത്തി ഹുറൂഫിൽ ഹിജാ. അള്ളാഹുവിനെ സംബന്ധിച്ച് ആ പടച്ചവന് കുറേ അവയവങ്ങളുണ്ട് എന്ന് വാദിച്ചു. ഈ റാഫിളത്ത് എന്ന് അവർക്ക് പേര് വരാൻ തന്നെ കാരണം, റഫദു അബൂബക്കറിൻ വ ഉമർ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അലി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിഴച്ചവരായി ചിത്രീകരിച്ചതുകൊണ്ടാണ് ആണ് റാഫിളത്ത് എന്ന് പറയും. അവരുടെ ഒരു വാദമാണ്, ഇമാം സർഖസി അവിടുത്തെ ഹനഫി മദ്ഹബിലൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. തറാവീഹ് തന്നെ ഒരു പ്രത്യേക നിസ്കാരമില്ല. അത് ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്തത് ഉണ്ടാക്കിയതാണ് 20 റക്അത്ത് തറാവീഹ് എന്ന വാദവും ഈ റാഫിളത്തിൻ്റെ വാദമാണ്. ആ റാഫിളത്ത് തന്നെയാണ് മാസം നോക്കേണ്ടതില്ല, കണക്കൂട്ടിയിട്ടാണ് മാസം ഉറപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞത്. അവർ തന്നെയാണ് അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് പറഞ്ഞത്. അള്ളാഹു ഒരു അർശ് എന്ന സിംഹാസനത്തിൻ്റെ മേൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞതും അവരാണ്. ഈ വാദങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുകയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ. ഇമാം അബ്ദുൽ ഖാഹിർ ബഗ്ദാദി തങ്ങൾ പറയാണ്, വഅജ്മഉ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് യോജിച്ചിരിക്കുന്നു, ആർക്കും തർക്കമില്ല, അലാ അന്നഹു ലാ യഹ്വിഹി മക്കാനുൻ വലാ യജ്രി അലൈഹി സമാനുൻ. അള്ളാഹുവിന് സ്ഥലവും കാലവും ഒന്നുമില്ല. സ്ഥലവും കാലമൊക്കെ അള്ളാഹ് ഉണ്ടാക്കിയതാ. ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അള്ളയില്ലേ? അള്ളാഹ്ക്ക് മാറ്റം ഉണ്ടാവില്ലല്ലോ. ഖിലാഫ ഖൗലി മൻ സഅമ മിനൽ ഹിസാമിയ്യത്തി വൽ കറാമിയ്യത്തി അന്നഹു മുമാസുൽ ലിഅർശിഹി. അള്ളാഹ് അർശിൻ്റെ മുകളിൽ തൊട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന കക്ഷികളുടെ വാദം, ആ വാദം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനില്ല.
വഖദ് ഖാല അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അന്നല്ലാഹു തആല ഖലഖൽ അർശ, അല്ലാഹു അർശിനെ പടച്ചു, ഇൽഹാറൻ ലിഖുദ്റതിഹി, അല്ലാഹുവിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. ലാ മക്കാനൻ ലിദാതിഹി, അല്ലാഹു കയറി ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കിയതല്ല. വഖാല അയ്ളൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ഖാന, അല്ലാഹു തആല ഈ സൃഷ്ടികളൊക്കെ അവൻ ഉണ്ടാക്കിയതാ, അതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പും അല്ലാഹ് ഉണ്ടല്ലോ. വലാ മക്കാന, അന്ന് സ്ഥലം ഇല്ലല്ലോ. വഹുവൽ ആന അലാ മാ കാന, ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹ്, ഇന്നും അല്ലാഹ് ഉണ്ട്, അന്നും ഉണ്ട്, അല്ലാഹുവിന് മാറ്റല്ല. അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ഈ ആശയത്തിനെതിരായി പഠിപ്പിച്ച റാഫിളത്ത് അവരുടെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുത്തനാശയക്കാർ, നമ്മൾ മദ്രസയിൽ നിന്ന കുട്ടിയൊക്കെ ശരിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം പഠിപ്പിക്കാൻ. അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും ഏകനാണ്, അവൻ ഹയാത്തുള്ളവനാണ്. ഖാദിർ മുരീദുൻ ആലിമും ബികുല്ലി ശൈഇ, എല്ലാ സംഗതികൾക്കും സ്വന്തം തന്നെ കഴിവുള്ളവനാണ് അല്ലാഹ്. വേറെ ആർക്കും സ്വന്തമായി ഒരു കഴിവും ഇല്ല. മുരീദുൻ, എല്ലാ സൃഷ്ടികളെ കാര്യങ്ങളെയും ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹ്. അല്ലാഹ് അറിയാതെ എന്തെങ്കിലും നടക്കുക, അതുണ്ടാവില്ല. അല്ലാഹു തആല മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവൻ. അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആലിമും ബികുല്ലി ശൈഇ, സർവ്വ വിഷയങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അതേ തുടക്കമില്ലാതെ സ്വന്തമായി അറിയുന്നവനാണ് അല്ലാഹ്. സമീഉൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തന്തദിമു. അല്ലാഹു തആല സ്വന്തമായി എല്ലാം കേൾക്കുന്നവനാണ്, സ്വന്തമായി എല്ലാം കാണുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലുള്ള പല സംഗതികളും ഭൂമുഖത്ത് വെച്ച് പറഞ്ഞു. ഈ ഖബറിൽ രണ്ടാൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു ഒരു സമയത്ത്. അങ്ങനെ ഖബറിലുള്ള പുറത്തുനിന്ന് കാണാൻ കഴിയും. അത് അസാധാരണമായ കേൾവിയാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്. പക്ഷേ ഇത് സ്വന്തം കാഴ്ചയല്ല, സ്വന്തം കേൾവിയല്ല. ഖബറിലുള്ളത് കേൾക്കുന്നതും കാണുന്നതുമൊക്കെ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മുഅ്ജിസത്ത് കറാമത്തായി നടക്കുന്നത് അവരെ സ്വന്തമല്ല, അല്ലാഹുവിൻ്റേത് സ്വന്തമായുള്ള കാഴ്ചയും കേൾവിയുമാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഹയാത്തുള്ളവനാണ്. ഒരിക്കലും അവന് നമുക്ക് സംഭവിക്കുന്നത് പോലെയുള്ള നാശങ്ങളോ മരണങ്ങളോ ഇല്ല. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് കൃത്യമായി പഠിച്ചതും പഠിപ്പിക്കുന്നതുമാണ്. പക്ഷേ സുന്നികളുടേതല്ലാത്ത മദ്രസകളിൽ അള്ളാഹുവിൻ്റെ 20 വാജിബായ സിഫത്ത് പഠിപ്പിക്കുന്നില്ല, 20 മുസ്തഹീലായ സിഫത്ത് പഠിപ്പിക്കുന്നില്ല, ജായിസായ സിഫത്ത് പഠിപ്പിക്കുന്നില്ല, അള്ളാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസം പഠിപ്പിക്കുന്നില്ല. കാരണം അവർക്ക് റാഫിളത്തിൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ ഈ കുട്ടികളിൽ അപ്പോൾ സാധ്യമല്ല. മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കണം, അള്ളാഹുവിൽ വിശ്വസിച്ച് ഭരിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ മദ്രസയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. ഇനി ഞാൻ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു സംഗതിയും നടക്കില്ല. അതും സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാ വളരെ വിശദമായി രേഖപ്പെടുത്തുന്നത് കാണാം. വഅന്നഹു തആല മുരീദുൽ ലിൽ കായിനാതി മുദബ്ബിറുൽ ലിൽ ഹാദിസാത്ത്, എല്ലാ സൃഷ്ടികളെയും പൂർണ്ണമായും കൃത്യമായും വ്യവസ്ഥ ചെയ്ത് അതേ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. എല്ലാ വസ്തുക്കളെയും ഉദ്ദേശിച്ച് സൃഷ്ടിക്കുന്നവനും പടച്ചവനാണ്. ഫലാ യജ്രി ഫിൽ മുൽക്കി വൽ മലകൂത്ത്. അല്ലാഹുവിലുള്ള വിശ്വാസം വളരെ ക്ലിയർ ആകണം. അതെ, ഇവിടെ ഭൂമി ലോകത്തോ ഉപരിമണ്ഡലത്തിലോ ഒരു സ്ഥലത്തും ചെറുതോ വലുതോ കുറച്ചോ കൂടുതലോ ഈമാനോ കുഫറോ ഉപകാരമോ ഉപദ്രവമോ ഒരു സംഗതിയും
ഇല്ലാ ബിഖളാഇഹി വഖദരിഹി വഹിക്മതിഹി വമശീഅതിഹി. അല്ലാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ഉണ്ടാവില്ല. ഫമാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാവും, അല്ലാത്തത് ഉണ്ടാവില്ല. അതിങ്ങനെ വിശദീകരിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫലബിജ്തമഅൽ ഇൻസു വൽ ജിന്നു വൽ മലായികതു വസ്സയാതീനു അലാ അൻ യുഹർരികൂ ഫിൽ ആലമി ദർറതൻ ഔ യുസക്കിനൂഹാ ദൂന ഇറാദതിഹി വമശീഅതിഹി ലഅജസൂ അൻ ദാലിക. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ആദർശം എന്ന് എല്ലാവരും പഠിക്കണം. സുന്നത്ത് ജമാഅത്തിനെ ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ, മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ലാന്നേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ, എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഒരുമിച്ച് കൂടിയാൽ, വൽ ജിന്നു എല്ലാ ജിന്നും ഒരുമിച്ച് കൂടിയാൽ, വൽ മലായികത്തു സർവ്വ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ, വസ്സയാതീൻ സർവ്വ പിശാചുക്കളും ഇബ്ലീസ് അടക്കം ഒരുമിച്ച് കൂടിയാൽ, ആകയാൽ എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാൽ, അലാ അൻ യുഹരികൂ ഫിൽ ആലമി ദർറതൻ ഈ ലോകത്തൊരു അണുവിനെ ചലിപ്പിക്കാൻ, ഔ യുസക്കിനൂഹാ അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ എല്ലാവരും കൂടി അങ്ങോട്ട് ഒരുമിച്ച് കൂടിയാൽ, ദൂന ഇറാദതിഹി വമശീഅതിഹി അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അല്ലാഹു തീരുമാനിക്കാതെ, ലഅജസൂ അൻ ദാലിക അവരെ കൊണ്ട് കഴിയൂല. എല്ലാ നബിമാരും എല്ലാ ഔലിയാക്കളും എല്ലാ മലക്കുകളും എല്ലാ ഇബ്ലീസും ശൈത്താനും എല്ലാ സൃഷ്ടികളും ഒരുപോലെ ശ്രമിച്ചാലും അല്ലാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല. എത്ര ഭദ്രമാണ്, എത്ര സുന്ദരമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഓ സഹോദരന്മാരെ, ആ സുന്ദരമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ അവരുറച്ച് വിശ്വസിക്കുന്നു എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അതാണ് മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിസ്സബീഹി വന്നദീരി. ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പദ്യം വിശദീകരിച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബിലെ ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ശിഹാബുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു പറയാൻ, ഐ ബി തദ്ബീരിൽ ഉമൂർ കാര്യങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് കൊണ്ട് തനിച്ചവനാണ് അല്ലാഹ്. പടച്ചവൻ മാത്രമാണ് സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ. ദൂന മുശാരിക്കിൻ വലാ മുഈൻ അല്ലാഹുവിന് ഒരു കൂറുകാരനും ആ വിഷയത്തിലില്ല. വലാ മുഈൻ ഒരു സഹായിയുമില്ല. ഫലാ യഹ്ദുസു ഹാദിസുൻ ഫിൽ ആലമിൽ ഉൽവി വലാ ഫിൽ ആലമിസ് സുഫ്ലി ഇവിടെ മേൽഭാഗത്തോ താഴ്ഭാഗത്തോ ഇല്ലാ ബിതദ്ബീരി ഇറാദതിഹി അല്ലാഹു ഉദ്ദേശിക്കുന്ന പ്രകാരവും അവൻ നിയന്ത്രിക്കുന്ന പ്രകാരവുമല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ല. വഖളാഇഹി വഹിക്മതിഹി ഖാല തആല അതിൻ്റെ തെളിവാണ് യുദബ്ബിറുൽ അംർ അല്ലാഹു പറഞ്ഞില്ലേ സർവസ്വവും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞില്ലേ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം യഥേഷ്ടം നടത്തുന്നവനും അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞില്ലേ ഫമല്ലാഹ് മഹാനവറുകൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് ഫമല്ലാ ഖൽഖ ലഹു ലാ തദ്ബീറ ലഹു അതുകൊണ്ട് തന്നെ സട്ടാവിനല്ലാതെ നിയന്ത്രണമില്ല. യഥാർത്ഥ നിയന്ത്രണം പടച്ചവന് മാത്രമാണ്. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ് സൃഷ്ടിക്കുന്നവനും സൃഷ്ടിയും ഒരുപോലെയാകുമോ? ഒരിക്കലും ഇല്ല. അപ്പം എല്ലാം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ആ ഓട്ടോറിക്ഷ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് എന്ന് നമ്മൾ പറയും, ആ വണ്ടി നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് എന്ന് പറയും, അതുപോലെ പ്ലെയിൻ നിയന്ത്രിക്കുന്നത് പൈലറ്റാണെന്ന് പറയും, ഈ സദസ്സ് നിയന്ത്രിക്കുന്ന അധ്യക്ഷനാണെന്ന് പറയും, ചിലർ പറയും ലോകോട്ടാ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് എന്ന് പറയും അല്ലേ. അതൊക്കെ ഒരു ആലങ്കാരിക പദ. ലോകോട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്ക ആണെങ്കിൽ നമ്മളിപ്പോൾ അവരോട് പെർമിഷൻ എടുത്തിട്ടാണ് ഇവിടെ പരിപാടി എടുത്തത് അല്ലല്ലോ. അപ്പം അതൊക്കെ ആലങ്കാരികമായി ചിലപ്പോൾ നമ്മൾ പറയും ലോകോട്ടാകെ തിരഞ്ഞല്ലോടോ നിന്നെ കാണുന്നില്ലല്ലോ, ലോകോട്ടാകെ തിരിയാൻ കഴിയുമോ? അതൊക്കെ ഒരു ആലങ്കാരികമായ വാക്കാണ്. അങ്ങനെ ചിലപ്പോൾ പറയും. മുജാഹിദിൻ്റെ അൽമനാറിലുണ്ട് ഒരു സ്ഥലത്ത് ലോകം മുഴുക്ക നിയന്ത്രിക്കുന്നത് മലക്കുകളാണ്. മലക്കുകൾക്ക് ലോകോട്ടാകെ നിയന്ത്രിക്കാൻ കഴിയുമോ? ഇല്ല, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ മലക്കുകളോ? അതിൻ്റെ അർത്ഥം മലക്കുകൾ
അള്ളാഹു നിമിത്തങ്ങളായി നിശ്ചയിച്ചതിനാൽ ഇടപെടുന്നു എന്നാണ്, പ്രവർത്തിക്കുന്നു എന്നാണ്. ഇതുപോലെ ചിലപ്പോ അതെ ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നതെന്നോ ലോകം നിയന്ത്രിക്കുന്നതെന്നോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതെന്നോ നബിയാണ് അല്ലെ ഔലിയാക്കളാണ് എന്നൊക്കെ ചിലപ്പോൾ പറയൂ. അതൊക്കെ ആലങ്കാരികമായ പറച്ചിലാണ്. അതിൻ്റെ യാഥാർത്ഥ്യം അക്ഷരാർത്ഥത്തിലുള്ള പറച്ചിലല്ലത്. അങ്ങനെ ആരും വിശ്വസിക്കൂല, സുന്നികൾ ആരും വിശ്വസിക്കൂല. എല്ലാം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. നിയന്ത്രിക്കുന്നവരെയും കൂടി നിയന്ത്രിക്കുന്നവൻ അവനാണല്ലോ അള്ളാഹ്. അതുകൊണ്ടല്ലേ മംഗലാപുരത്ത് പ്ലെയിൻ അപകടമുണ്ടായി. എന്തേ പ്ലെയിൻ നിയന്ത്രിച്ചത് പൈലറ്റല്ലേ, പക്ഷേ അയാളെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞോ? അയാൾ തന്നെ മരിക്കാൻ കാരണമായില്ലേ? അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. നിയന്ത്രിക്കുന്നവരെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. മറ്റുള്ളതൊക്കെ ബാഹ്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്ന അർത്ഥത്തിൽ ചിലപ്പോൾ നമ്മൾ ഡ്രൈവർ വണ്ടി നിയന്ത്രിച്ചു എന്നൊക്കെ പറയും. അതുപോലെ ഉള്ള പറച്ചിലുകൾ പറയുന്നു എന്നല്ലാതെ ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാഹു അല്ലാതെ നിയന്ത്രിക്കുന്നവരുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല. ലാ തദ്ബീറ ലഹു ലാ തദ്ബീറ ലിമൻ ലാ ഖൽഖ ലഹു. അതെ, ഫമൻ ലാ ഖൽഖ ലഹു ലാ തദ്ബീറ ലഹു. സൃഷ്ടാവിനല്ലാതെ നിയന്ത്രണമില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം എന്ന് സുന്നികളല്ലാത്തവർ മനസ്സിലാക്കണം. സുന്നികൾക്ക് നേരത്തെ അറിയാം, ഈ വിശ്വാസമേ സുന്നികൾക്കുള്ളൂ, അല്ലാത്തവർ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടപെടുന്നവർ എന്ന അർത്ഥത്തിൽ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടപെടുന്നവർ എന്നതാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. യുദബ്ബിറുൽ അംർ എന്ന് പറഞ്ഞ ആയത്തിനെതിരല്ല അത്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന് ആകാശ ലോകങ്ങളിൽ സൈന്യങ്ങളുണ്ട്. അള്ളാഹ് പറയാണ് വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അസീസൻ ഹകീമ. അള്ളാഹുവിന് ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കും. ആ സൈന്യങ്ങളാണ് മലക്കുകൾ, സൈന്യങ്ങൾ തന്നെയാണ് മഹാത്മാക്കളും. അതാണ് അൽ അർവാഹു ജുനൂദും മുജന്നദ എന്ന് ഇമാം ബുഖാരി ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം. ആ സൈന്യങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം അവൻ കൊടുക്കുന്ന കഴിവ് കൊണ്ട് നടക്കും. അത് ഈ പറഞ്ഞതിനെതിരല്ല. അതേ, നമ്മളൊക്കെ എൻ്റെ കുടുംബം നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് പറയും ചിലപ്പോൾ. അതെ, എൻ്റെ വീട്ടിലെ നിയന്ത്രണം എനിക്കാണെന്ന് പറയും ചിലപ്പോൾ. അതൊക്കെ സ്വാഭാവികമാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ എല്ലാം അപ്പുറം എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എന്നതിനെതിരല്ല അത്. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം മുഴുവനും അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് ഖുർആൻ പറഞ്ഞു. അതേ റബ്ബ് തന്നെയാണല്ലോ നിങ്ങൾ സഹായിക്കണം. ഇനിസ്തൻസറൂക്കും ഫിദ്ദീനി ഫഅലൈക്കുമുൻ നസ്ർ. സഹായം തേടിയാ സഹായിക്കണം എന്ന് പറഞ്ഞു. അതേ അള്ളാഹു തന്നെ പറഞ്ഞു, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അള്ളാഹിനെ അങ്ങോട്ട് സഹായിക്കേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു തരുന്ന കഴിവ് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചാൽ, അതിന് പറഞ്ഞ പ്രയോഗമാണ് അള്ളാഹുവിനെ സഹായിച്ചാൽ എന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ, അതുപോലെ അള്ളാഹു സഹായത്തിൻ്റെ നിമിത്തങ്ങളായി വെച്ചവർ എന്ന നിലക്ക് നിമിത്തങ്ങളുമായി ബന്ധപ്പെടുക, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുമ്പോൾ അതിനെ ആരും ആക്ഷേപിക്കേണ്ടതില്ല, അതിനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നിമിത്തങ്ങളുണ്ട്. നേരത്തെ നിങ്ങൾ ക്ലിപ്പ് കേട്ടില്ലേ? ഞാനിങ്ങനെ കാറിൽ കുറച്ച് കേട്ടു നോക്കീന്, ലൈവ് ഉണ്ടല്ലോ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഗൈനക്കിനെ കാണിച്ച ആ ശിർക്ക്, അതുപോലെ ഡോക്ടറെ രണ്ടാമത് കാണിച്ച ആ ശിർക്ക്, ഇങ്ങനെയൊക്കെ ശിർക്കാക്കി തള്ളുന്നവർ വിവരമില്ലാത്തവരാണ്. പടച്ചവൻ അവർക്ക് ദീന് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിധത്തിലുള്ള നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട്, ഭൗതികവും അഭൗതികവും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിശ്ശിഫാഇൻ. രോഗശമനത്തിന് രണ്ട് കാര്യം മുറുകെ പിടിക്കണം. അൽ അസലു വൽ ഖുർആൻ. തേനും ഖുർആനും. തേന് രോഗശമനത്തിന് അത് ഉപാധിയാണ്, നിമിത്തമാണ്. അത് എല്ലാ കുഞ്ഞിരാമൻ വൈദ്യർക്കും അറിയാം, അതിലാർക്കും തർക്കമില്ല. യുക്തിവാദിക്കും അറിയാം, നിരീശ്വരവാദിക്കും അറിയാം. ലാബിൽ പരിശോധിച്ചാൽ തിരിയുന്ന സംഗതിയാണത്. അതേ സമയത്ത് വൽ ഖുർആൻ, ഖുർആൻ രോഗശമനം നൽകും എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ, അതിന് നിമിത്തമാണ് എന്ന് പറഞ്ഞല്ലോ.
അത് ലാബിൽ പരിശോധിച്ചാൽ മനസ്സിലാവില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ സിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അതേപോലെ ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ, വിശ്വസിക്കുന്നവർക്ക് രോഗശമനമാണ് ഖുർആൻ. അപ്പോൾ ഖുർആൻ എഴുതി കുടിക്കലും ഖുർആൻ ഓതി മന്ത്രിക്കലും ഒക്കെ ഖുർആൻ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന പണിയാ. ഖുർആൻ വിശ്വസിക്കാത്തവർ ചെയ്യൂല. അവർ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അതേ സമയത്ത് ഭൗതികമായ ചികിത്സകൾ ശിർക്കല്ല. അതേപോലെ ഖുർആൻ ഓതി മന്ത്രിക്കുന്നതും ശിർക്കല്ല. രണ്ടും അല്ലാഹു വെച്ച നിമിത്തങ്ങളാണ്. എനിക്ക് 7 മക്കളുണ്ട്. 7ഉം പ്രസവിച്ചത് ആശുപത്രിയിൽ നിന്നാണ്. ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചുകൂടെ അങ്ങനെ ഒന്നുണ്ടോ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അങ്ങനെയൊന്നില്ല. പ്രസവിക്കാൻ ഡോക്ടർമാരെല്ലാം ഇങ്ങനെ പരാജയപ്പെടുമ്പോൾ ഞാൻ ഖുർആൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം പ്രസവിച്ചിട്ടുണ്ട്. ഒറ്റ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അല്ലാഹു തആല സലാമത്താക്കിയിട്ടുണ്ട്. സലാമത്താക്കിയത് അള്ളയാണ്. അതിന് ഖുർആൻ നിമിത്താണ്. ഡോക്ടർമാരും മരുന്നും നിമിത്തമാകാം. അങ്ങനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഈ പുത്തൻവാദികളെ പോലെ ഗൈനക്കിനെ കണ്ടുകൂടാ, അതുപോലെ തന്നെ ചികിത്സ നടത്തിക്കൂടാ, ഒരിക്കൽ പോയ ഡോക്ടറെ അടുത്ത് പിന്നെ പോയിക്കൂടാ, അങ്ങനത്തെ ആശയമൊന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം സുതാര്യമാണ്, വളരെ കൃത്യമാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല അഭൗതികമായ നിമിത്തങ്ങൾ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച നിമിത്തങ്ങളുമായും ബന്ധപ്പെടൽ മുസ്ലിമിൻ്റെ രീതിയാണ്. നമ്മൾ ശരിയായ മുസ്ലിം ആകണമെങ്കിൽ ഖുർആനും സുന്നത്തും സ്വീകരിക്കണം, ഖുർആനും ഹദീസും അംഗീകരിക്കണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹ് പറയാണ്, അല്ലാഹുവിനും റസൂലിനും എതിരായ ഒരുത്തൻ നീങ്ങിയാൽ അവൻ വലിയ പിഴവ്, വ്യക്തമായ പിഴവ് പഴിച്ചുപോയി. ഈമാനുള്ള പുരുഷനാണോ ഈമാനുള്ള സ്ത്രീയാണോ, അല്ലാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിച്ചോളണം. അല്ലാഹുവും റസൂലും പറഞ്ഞ തീരുമാനം അംഗീകരിക്കുന്നവർക്കാണ് നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു നബി തങ്ങളോട് പറയാൻ മുസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയെ, ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും പാപം പൊറുക്കാൻ വേണ്ടി തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ അമ്പിയാക്കൾക്ക് റെക്കമെൻഡ് ഉണ്ട്. അമ്പിയാക്കൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് ഖുർആൻ പറയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ തങ്ങൾ എന്നോട് പറയണം മുഅ്മിനീങ്ങളെ ദോഷം പുറത്തു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരുത്തൻ പറയാണ്, ഞങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഞങ്ങൾക്ക് മധ്യവർത്തി വേണ്ട. അല്ലാഹ് പറയുന്ന മധ്യവർത്തി വേണോ? നബിതങ്ങളോട് പറഞ്ഞു, നബി ഞങ്ങൾ മധ്യവർത്തി ആവൂ. ഇസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുക്കാൻ, ഈമാനുള്ള സ്ത്രീകളെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് പറയൂ, മധ്യവർത്തി ആകൂന്ന് അല്ലാഹ് പറയാ. മധ്യവർത്തി വേണ്ടാന്ന് വേറെ ചിലർ പറയാ. അള്ളാഹിന്റെ ഖുർആൻ അംഗീകരിക്കാതെ മുഅ്മിനാകാൻ കഴിയോ? മുസ്ലിമായി ജീവിക്കാൻ കഴിയോ? ഇനിയോ അതേ ഖുർആൻ തന്നെ വേറെ ഒരു സ്ഥലത്ത് പറയുന്നു, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്. തെറ്റ് ചെയ്തു പോയവർ നബിയെ തങ്ങളെ സമീപിക്കട്ടെ. തെറ്റ് ചെയ്തവർ അതിനാ നബിൻ്റെ അടുത്ത് പോന്ന് നമ്മൾ ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ? അല്ലാഹ് പറയാണ്, ജാഊക്ക് തങ്ങളുടെ അടുക്കൽ വരട്ടെ. കഴിയുമെങ്കിൽ നബി തങ്ങളുടെ അടുത്ത് പോകാൻ വേണം. ജാഊക്ക് ഫസ്തഗ്ഫിറുല്ലാഹ്. ഓ നബിയെ, തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് അവർ പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ തീരുമാനമാണ്. നബി തങ്ങളെ സമീപത്ത് വന്ന് പറയണം ഫസ്തഗ്ഫിറുല്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. ഹാഫിദ് ഇബ്നു കസീർ തഫ്സീറിൽ പറയാൻ, യുർസിദു തആല അൽ അസാത വൽ മുദ്നിബീൻ. പാപികൾക്ക് അല്ലാഹ് നിർദ്ദേശം നൽകുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ സമീപത്ത് പോകണം, അവിടെ ചെന്നിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. പോരാ, വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും. അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിൻ്റെ പുറമെ അവർക്ക് ആ ദോഷം പൊറുത്ത് കിട്ടാൻ നബിതങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ പറയണം. ആ ശുപാർശ നബിയോട് ചോദിക്കണം. വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും.
അതെ, അങ്ങനെ ഉണ്ടായാൽ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് അവർക്ക് വേണ്ടി ശുപാർശ പറഞ്ഞാൽ, റെക്കമെൻഡ് ചെയ്താൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ അവർക്ക് ദോഷം പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയും. അപ്പം നബി തങ്ങളുടെ റെക്കമെൻഡ് വേണം, റെക്കമെൻഡ് ചോദിക്കണം, അവിടുത്തെ സമീപത്ത് പോകണം. അങ്ങനെ നബി തങ്ങളെ മധ്യവർത്തിയാക്കണമെന്ന് ഖുർആൻ പറയുമ്പോൾ, പടച്ചവനിലേക്ക് മധ്യവർത്തി വേണ്ട എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ ഖുർആൻ വിരോധിയാകുന്നു. ഇതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ മുനാഫിഖൂൻ, പരിശുദ്ധ ഖുർആൻ 2 സൂറത്ത്, ഒന്ന് സൂറത്തുൽ മോമിനൂൻ, മോമിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്ത്, മറ്റൊന്ന് സൂറത്തുൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളെ ലക്ഷണം പറയുന്ന സൂറത്ത്. ഉള്ളിൽ വിശ്വാസമില്ല, മേലെ ഞാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പള്ളിയിൽ വരുന്നുണ്ട്, അതേ സമയത്ത് ഉള്ളിൽ വിശ്വാസമില്ല. അങ്ങനത്തെ കക്ഷികളെ ലക്ഷണം പറയുന്നു അല്ലാഹു തആല. ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതിന് നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി നബിയെ, തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ വരൂ എന്ന് പറഞ്ഞ് മുനാഫിഖീങ്ങളെ വിളിച്ചാൽ ലവ്വറൂസഹും, അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ, അവർ റസൂലുള്ളാഹിനെ ശുപാർശക്ക് തേടാൻ, നബി തങ്ങളോട് ശുപാർശ തേടാൻ അവരെ കിട്ടൂല നബിയേ, അവർ തിരിഞ്ഞു കളയുന്നവരാണ്. അവർക്കല്ല ദോഷം പൊറുക്കൂല. സവാഉൻ ഇസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, തങ്ങൾ ഇനി റെക്കമെൻഡ് ചെയ്താൽ പോലും തങ്ങളോട് റെക്കമെൻഡ് ചോദിക്കാൻ തുനിയാത്തവർക്കല്ല പൊറുക്കൂല നബിയേ. ചില ആളുകളുണ്ട്, അവർ വലിയ ഫാഷനാക്കിയിട്ട് പറയും, ഞങ്ങൾക്ക് അല്ലാഹു മതി, മധ്യവർത്തി വേണ്ട. മധ്യവർത്തി ഉണ്ടായാൽ അള്ളാഹ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു മതി എന്ന് പറഞ്ഞാൽ, അല്ലാഹു മതിയെങ്കിൽ അള്ളാഹ് നിശ്ചയിച്ച നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം. അല്ലാഹു നിശ്ചയിച്ചതാണ് നബിതങ്ങളെ നിമിത്തമായി. അത് തന്നെയല്ലേ സുഹൃത്തുക്കളെ, മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം, വൗഹൈനാ ഇലാ മൂസാ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു, അള്ളയാണ് വെള്ളം കൊടുക്കുന്നതെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു വെള്ളം തരാൻ മൂസാ നബി ഒന്ന് ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നു. അതാണ് മൂസാ നബിയുടെ ജനങ്ങൾ വെള്ളത്തിന് മൂസാ നബിയോട് തേടിയപ്പോൾ, അമ്പിയാക്കൾ ഔലിയാക്കളോട് തേടുക എന്ന് പറഞ്ഞാൽ ഇടപെടാൻ വേണ്ടി പറയാം. അപ്പം അവരിടപെടും. അതാണ് ഇസ്തിഗാഥ എന്ന് പറയുന്നത്. അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് പറയാം. അതിനാണ് തവസ്സുലു എന്ന് പറയുന്നത്. ഈ രണ്ടും അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതാ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. അനുയായികൾ മൂസാ നബിയോട് തേടിയപ്പോ മൂസാ നബി അള്ളാഹിനോട് ആവശ്യപ്പെടുന്നു. അല്ലാഹു തആല മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാൻ പറയുന്നു. ഇത് ഖുർആനല്ലേ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബിയെ ഒരുപാട് അക്രമം ചെയ്തു. അവസാനം അവർ തൗബ ചെയ്യാണ്. ആ സമയത്ത് ബാപ്പാനോട് പറയാണ്, യാ അബാന അസ്തഗ്ഫിർ ലനാ, ബാപ്പ ഞങ്ങളെ ദോഷം പുറത്ത് കിട്ടാൻ ബാപ്പയൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. അപ്പം എന്താ യാക്കൂബ് നബി പറയുന്നത്, മധ്യവർത്തി ഒന്നും വേണം, നിങ്ങൾ സ്വന്തം അല്ലാഹുവിനോട് പറഞ്ഞാൽ മതിനാ? അല്ല, അപ്പ യാക്കൂബ് നബി പറയാണ്, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശേഷം പൊറുക്കലിനെ ചോദിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ശഫാഅത്ത് തേടൽ, ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടൽ, അതൊക്കെ അള്ളാഹു വെച്ച നിമിത്തങ്ങളുമായി ബന്ധപ്പെടലാണ്. അത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കൽ ശിർക്കാണ്, ഗൈനക്കിന് കാണിക്കൽ ശിർക്കാണ്, ആസ്പത്രി പോലെ ശിർക്കാണ് എന്ന് പറയുന്ന അറിവുകേട് പോലെ അമ്പിയാക്കൾ ഔലിയാക്കളെ അല്ലാഹു തആല നന്മയുടെ നിമിത്തമായി നിശ്ചയിച്ചിട്ട് അവരുമായി ബന്ധപ്പെടൂല എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ വിവരക്കേടാണ്. ഖുർആനിൻ്റെ ആശയം വലിച്ചെറിയലാണ്. ഹദീസോ, നബിതങ്ങളെ സമീപത്ത് വരുന്നു, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആള്. നബിതങ്ങളോട് പറയുന്നു, കണ്ണിന് കാഴ്ച കിട്ടണം. സങ്കടം പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, നിങ്ങൾ പോയിട്ട് നന്നായിട്ട് ഒതു കൊടുക്ക്, നന്നായിട്ട് 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് ഞാനീ പറയും പോലെ ഒന്നങ്ങ് ദ്വാരനാളാ. അള്ളാഹിനോട് ദ്വാരക്കാനാണ് പറയുന്നത്. അള്ളാഹിനോടാണ് സുന്നികളൊക്കെ ദ്വാരക്കാറ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അവർ വിളിക്കും, അമ്പിയാക്കളോട് തേടും, അമ്പിയാക്കളോട് ആവശ്യപ്പെടും, അമ്പിയാക്കളോട് അപേക്ഷിക്കും. അല്ലാതെ അള്ളാഹുവിനോടാണ് അവർ ദുആ ചെയ്യൽ, പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോടാണ് സുന്നികൾ. അല്ലേ? നമ്മൾ പോലീസിനോട് അപേക്ഷിക്കും, അതേ ഗവൺമെൻറ്റിനോട് സഹായം തേടും, പക്ഷേ ഗവൺമെൻറ്റിനോട് പ്രാർത്ഥിച്ചു എന്നാരും പറയൂല. അതേപോലെ SIനോട് പ്രാർത്ഥിച്ചു എന്നാരും പറയൂല. ഇതുപോലെ അമ്പിയാക്കളെ വലിയ ആക്കളോട് ചോദിക്കുന്നത് പ്രാർത്ഥിച്ചു എന്ന് പറയൂല, അതിന് സഹായം തേടി പറയാം. ഭാഷയെ പറയാവോ പറഞ്ഞുകൂടെ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ പറയലില്ല എന്ന്. ആരെങ്കിലും സുബ്ഹാനല്ലാഹ് വെള്ളപ്പൊക്കത്തിന് ജലദോഷം എന്ന് പറയലുണ്ടാവും, അത് പറയൂല. ജലത്തിൻ്റെ ദോഷം തന്നെ അല്ലത്, അതിന് ജലദോഷം എന്ന് പറയൂല. അതുപോലെ സൃഷ്ടികളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കാമെന്ന് പറയൂല. അത് ഈ പുത്തൻവാദികൾ പറയുന്നൊരു ഭാഷയാണ്, നമ്മളത് പറയൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളിങ്ങനൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നേതാവല്ലേ ഹക്കീം അസ്ഹരി, അതെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ബദരീങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിങ്ങനെ. അപ്പോൾ ഒരു ക്ലിപ്പ് കിട്ടി എനിക്ക്, ഞാൻ നോക്കി. അതിൽ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്താ പറഞ്ഞത്? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ആരോട് പ്രാർത്ഥിക്കണമെന്ന്? അള്ളഹാനോട്. ബദരീങ്ങളെ വിളിച്ച് അള്ളഹാനോട് പ്രാർത്ഥിക്കാന്ന്. അങ്ങനെ ഒന്നുണ്ടോ? അള്ളഹാനോട് വിളിക്കൽ ബദരീങ്ങളെ, പ്രാർത്ഥിക്കൽ അള്ളഹാനോട്. അതാ ഞാൻ പറയാൻ പോകുന്നത്. സഹീഹായ ഹദീസ് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്. അതെ, അതിലെന്താ ഉള്ളത്? അഹ്മദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു, തിർമിദി റിപ്പോർട്ട് ചെയ്തു, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു. എത്ര ഹദീസ് പണ്ഡിതന്മാരാണ്! ഹാദൽ ഹദീസു സഹീഹുൻ. എല്ലാ ഇമാമിങ്ങളും സഹീഹാണ്. അതിലെന്താ ഉള്ളത്? കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് നബി തങ്ങളുടെ സമീപത്ത് വന്നു, നബി തങ്ങളോട് ആവശ്യപ്പെട്ടു, അവൻ 2 റക്അത്ത് നിസ്കരിക്കൂ, നന്നായി ഓതു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കൂ, എന്നിട്ട് ഈ ദുആ നടത്തിക്കോ. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളി ലി ഔ ലിതുഖ്ളാ ലി അല്ലാഹുമ്മ ഫശഫിഉ ഫിയാ. ദുആ നടത്തുകയാണ് അല്ലാഹുവിനോട്. എന്താണ് ദുആ? അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു, ഞാൻ ഇടയാടനാക്കുന്നു നിൻ്റെ റഹ്മത്തിൻ്റെ നബിയായ മുഹമ്മദ് നബിയെ. അള്ളാഹിനോട് ദ്വാരക്കുന്നതിന് ഇടയ്ക്ക് വിളിക്കുകയാണ്. ആരെ? ബദരീകളിലെ 1ാമത്തെ മെമ്പറെ വിളിക്കുകയാണ്. അതാരാണ്? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വിളിക്കുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങയെ ഇടയാളനാക്കി മുന്നിട്ടിരിക്കുന്നു. ഫീ ഹാജത്തി, എൻ്റെ ആവശ്യം, ലിതഖ്ളിയ ലി, തങ്ങൾ വീട്ടിത്തരാൻ. തങ്ങൾ വീട്ടിത്തരാൻ എന്ന് പറഞ്ഞാലോ ആവശ്യം വീട്ടുന്നവൻ അള്ളാഹുവാണ്. പിന്നെയോ തങ്ങൾ വീട്ടിത്തരാന്ന് പറഞ്ഞാൽ തങ്ങൾ അതിൽ ഇടപെടാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതുപോലെ നേരത്തെ ഇവിടുന്ന് ഒരാൾ എന്നെ വിളിച്ചു, ഈ പരിസരത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം. പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, അയാൾക്കറിയാം. പിന്നെ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പള്ളി ഉണ്ടാക്കിത്തരാൻ കഴിയുന്നവരുണ്ടാക്കിത്തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ്. അങ്ങനെ ഇടപെട്ട് 100-ലധികം പള്ളി റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാക്കാൻ അവസരം ലഭിച്ചു. ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷേ നാട്ടുകാർ പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്നാണ്. അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന്, സ്വാഭാവികമാണ്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ, എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിൻ്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ലിതഖ്ളിയലി, ഓ നബിയെ, തങ്ങൾ വീട്ടിത്തരാൻ, അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിത്തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ലിതുഖ്ളാലി എന്നും വായിക്കാം, എൻ്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ. ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തിഗാഥ. അതേ ഇടലയാളനാക്കി പടച്ചവനോട് ചോദിക്കുന്നതാണ് തവസ്സുല്. എന്നിട്ട് പിന്നെന്താ പറയാൻ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? തവസ്സുലും ഇസ്തിഗാഥയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ, അല്ലാഹുവിനോട് തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ, അല്ലാഹുവേ
എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ മുഹമ്മദ് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഇടപെടുമ്പോൾ നീയൊന്ന് സ്വീകരിക്കണേ, അവിടുത്തെ ശഫാഅത്ത് സ്വീകരിക്കണേ. ആകയാൽ തവസ്സുലും ഇസ്തിഗാസയും പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സുഹൃത്തുക്കളെ, തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ അവൻ അതാ റസൂലുള്ളാഹിനെയാണ് ആക്ഷേപിക്കുന്നത്, അല്ലാഹുവിൻ്റെ റസൂലിനെയാണ് തള്ളുന്നത്, ഖുർആനിനെയാണ് തള്ളുന്നത്. മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാൽ തള്ളുന്നത് ഖുർആനിനെയാണ്. ഖുർആനിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും തള്ളിയാൽ ഖുർആൻ പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോയ്സ് ഇല്ല. അത് ഞാൻ സ്വീകരിക്കൂല എന്ന് പറയാൻ ഒരു മുസ്ലിമിനും ഒരു മോമിനും അധികാരമില്ല. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു തലവെട്ടി കൊന്നുകളഞ്ഞവരെന്താ ചെയ്തത്? ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അബൂജഹലിനെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകൾ കൊണ്ടുവന്ന് അലി ബിൻ അബി താലിബിന്റെ പേരിൽ വെച്ച് കെട്ടി. അത് തന്നെയല്ലേ അബൂജഹലിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായത്തിന് വേണ്ടി ദൈവങ്ങളെ സ്ഥാപിച്ചു, ദൈവങ്ങളെ വിശ്വസിച്ചു. അബൂജഹലും കക്ഷികളും അങ്ങനെ അല്ലാത്ത ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചു. അവർ ദൈവങ്ങളാണെന്ന നിലക്ക് അവരുടെ ദൈവമായി അവർ പ്രതീക്ഷിച്ച സങ്കല്പിച്ച വസ്തുക്കളോട് അവർ സഹായം തേടിയതിനെ ശിർക്കെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അത് കൊണ്ടുവന്ന് അല്ലാഹ് അല്ലാതെ ദൈവമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കായി ചിത്രീകരിച്ച അതേ ഖവാരിജിന്റെ പാതയിൽ ജീവിച്ചാൽ ഈമാൻ കിട്ടി മരിക്കൂല എന്നത് അത്തരം പരിപാടികളിൽ പെട്ടുപോയവർ നന്നായി ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി. ആ കക്ഷികൾ എന്ത് വാദിച്ചു? അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന് വാദിച്ചു. ഈ വാദവും കടമെടുത്തു ഇവിടെയുള്ള പുത്തൻവാദികൾ. അങ്ങനെയാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് 2010 ജൂലൈയിലെ അൽമനാർ പത്രത്തിൽ അവർ എഴുതി വെച്ചു, മുജാഹിദ് എഴുതി വെച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എഴുതി വെച്ചു, മുഹമ്മദ് നബിയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നബിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. 2010 ജൂലൈയിലെ അൽമനാർ പേജ് 39 അള്ളാഹുവിൻ്റെ റസൂലിന് തെറ്റുപറ്റി എന്ന ആശയം ഇവിടെ മുജാഹിദും സലഫി വിഭാഗം പ്രചരിപ്പിച്ചു. അവർ റസൂലുള്ളാഹിനെ മാത്രമല്ല അതിൽ തന്നെ എഴുതി മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അല്ലാഹ് പുറത്തു കൊടുക്കുകയും ചെയ്തു. പേജ് 39 അതിൽ തന്നെ മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തുവെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പേജ് 22 ആദം നബിയിൽ നിന്ന് അനുസരണക്കേടുണ്ടായി എന്നൊക്കെ ഇവിടെ മുജാഹിദുകൾ അവർ അൽമനാറിൽ എഴുതി വെച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിൻ്റെ എല്ലാ പിഴച്ചവാദങ്ങളുമുണ്ട്. അതിൻ്റെ പുറമെ വേറെ കുറച്ച് പുതിയതുമുണ്ട്. അതാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ എഴുതി വെച്ചു, IPH പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി. ചോദ്യോത്തരങ്ങൾ IPHൻ്റെ പുസ്തകം പേജ് 28. അപ്പോൾ അമ്പിയാക്കൾ തെറ്റ് ചെയ്തു എന്ന വാദം ഇവിടെ ഉന്നയിച്ച കക്ഷികൾ, അത് ഈ മുജാഹിദ് ജമാഅത്ത് അവർക്ക് ഈ ആശയം എവിടുന്ന് കിട്ടി? അത് റാഫിളത്തിൻ്റെ ആശയമാണ്. സിദ്ദീഖുൽ അക്ബർ നരകത്തിലാണെന്ന് പറഞ്ഞ റാഫിളത്തിൻ്റെ ആശയമാണ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വഖ്തലഫത്തിർ റവാഫിളു ഫിർ റസൂലി അലൈഹിസ്സലാം ഹൽ യജൂസു അലൈഹി അസിയാം ലാ.
റസൂലുള്ള തെറ്റിയോ ഇല്ലേ എന്നതിൽ റാഫിളിയാക്കൾ ഛിന്ന ഭിന്നമായി പിരിഞ്ഞു. ആ കക്ഷികളുടെ വാദമാണ് യസ്അമൂന അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ജായിസുൻ അലൈഹി യസിയല്ലാഹ് വഅന്ന നബിയ ഖദ് അസാ ഫീ അഖ്ദിൽ ഫിദായി യൗമ ബദർ. ബദർ യുദ്ധത്തിന്റെ ദിവസമുള്ള നടപടിയിൽ പോലും മുഹമ്മദ് നബി തെറ്റ് ചെയ്തിരുന്നുവെന്ന് റാഫിളുകൾ വാദിച്ചു. അങ്ങനെ സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നു ഖത്താബും പിഴച്ചുപോയി എന്ന് വാദിച്ച തറാവീഹ് നിസ്കാരം ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്തതുണ്ടാക്കിയതാണ് എന്ന് വാദിച്ച റാഫിളത്തിന്റെ വാദം ഇവിടെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും അവരെ പത്രങ്ങളിലും പുസ്തകങ്ങളിലും പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ, ഈമാൻ കിട്ടി മരിക്കണോ? നമ്മുടെ മുൻഗാമികളായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും സഹാബികളും പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ച് മരിച്ചാലേ ഈമാൻ കിട്ടി മരിക്കുള്ളൂ. അല്ലാഹ് പറയുന്നു, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബിയേ, റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹ് പറയാണ്, അതേ അവരാരും മൂമിനാകൂല, ഈമാനുള്ളവരാകൂല. തങ്ങളെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാതെ മൂമിനാകൂല. തവസ്സുലും ഇസ്തിഗാഥയും ചെയ്യാതെ അംഗീകരിക്കാതെ, അതേപോലെ ബറക്കത്തിൽ വിശ്വസിക്കാതെ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെ, അതേ അമ്പിയാക്കൾ തെറ്റ് ചെയ്യുകയില്ലെന്ന് അംഗീകരിക്കാതെ ഒരിക്കലും മൂമിനായി മരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, മന്നഹദത, വല്ലവനും പുത്തനാശയക്കാരനായാൽ. എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. മന്നഹദത, വല്ലവനും പുത്തനാശയക്കാരനായാൽ, അള്ളയും റസൂലും പഠിപ്പിക്കാത്ത പുതിയ ആശയക്കാരനായാൽ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല, പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ, അതേ അവൻ്റെ പരിപാടി ഉദ്ഘാടനത്തിനും പ്രകാശനത്തിനും പോയാൽ അവനെ അംഗീകരിച്ചാൽ, അങ്ങനെ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ട്, വൽ മലായിക, മലക്കുകളെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, സർവ്വ മഹാന്മാരായ ജനങ്ങളെ ലഅനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. പുത്തനാശയക്കാരനെയും അവനെ ചേർത്ത് പിടിച്ചവൻ്റെയും ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ട് ഇത് കളിക്കാനുള്ള വിഷയമല്ല, ഇതൊരു രാഷ്ട്രീയ പാർട്ടി പോലെയുള്ള പ്രശ്നമല്ല, ഇതൊരു ദുന്യാവിലെ ബിസിനസിൻ്റെ പ്രശ്നമല്ല, ഈമാൻ കിട്ടി മരിക്കേണ്ട പ്രശ്നമാണ്. നമ്മളെ നിസ്കാരവും നോമ്പുമൊക്കെ അല്ലാഹ് ഖബൂൽ ചെയ്യാനുള്ള വിഷയമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണമെന്ന് സർവ്വ മുസ്ലിമീങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അതേ ആശയം പഠിപ്പിക്കൽ, പറഞ്ഞു കൊടുക്കൽ ഉലമാഇന്റെ ബാധ്യതയാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100-ാം വാർഷികം വരുമ്പോൾ, അതിൻ്റെ ഘടകങ്ങളുടെ എല്ലാം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ സർവ സംഘടനകളും ഒരുമിച്ചുകൂടി, സർവ സംഘടനാ കുടുംബങ്ങളും ഒരുമിച്ചുകൂടി ജനങ്ങളെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരോടും ഉണർത്തി, ദുനിയാവിൽ എന്ത് വന്നാലും മരണത്തോടെ അതിന് പരിഹാരമാണ്. ഏത് രോഗമായാലും, ഏത് ശത്രുവായാലും, എന്ത് പ്രശ്നമായാലും മരണത്തോടെ പരിഹാരമാണ്. എന്നാൽ ഈമാൻ തെറ്റിപ്പോയാൽ മരണത്തോടെ പ്രശ്നം ആരംഭിക്കുകയാണ്. തീർച്ചയില്ലാത്ത കാലം നരകത്തിലാണ്. റബ്ബ് കാക്കട്ടെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും, സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും വിശ്വാസത്തിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീഅത്തുൽ ഉലമാക്കളുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കേണ്ടതാണെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾക്ക് ആഖിറത്തിൽ വെച്ച് കൈകടിച്ചാൽ ഫലം കിട്ടൂല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ നീ തൗഫീഖ് തരണം. അല്ലാഹ്